حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا وسندنا السيد شيخ تقييد محمد ظالم القادر رضي الله عنه سيدنا مالك بن دينار أستاذ الأساتذة بحر العلوم شيخنا وسندنا ولبكم أستاذ رضي الله عنه وجميع مشايخنا وجميع من اندفعنا علماء الملائكة وعلماء الفنانين صلاة المخدومين كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك. وقال മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, കുല്ലു അഖിൻ വസദീഖിൻ വസാഹിബിൻ, എല്ലാ കൂട്ടുകാരും വലിയ ആത്മമിത്രങ്ങളും സഹോദരന്മാരും എല്ലാം ലാ യൻഫഉക ബിദ്ദീൻ, ദീനിൽ നിനക്ക് പ്രയോജനം ചെയ്യാത്തവരായ സാഹിബ്, സിദ്ദീഖ്, സഹോദരന്മാർ, ആത്മമിത്രങ്ങൾ, കൂട്ടുകാർ, ഫത്റുക്കുഹു, ആരെയും ഒഴിവാക്കിയാലേ മോനെ വറാളായിരിക്കും, അതൊക്കെ ബാക്കിലോട്ട് തള്ളിയാലേ എന്ന് മഹാനായ മാലിക് ബിൻ ദീനാർ. അപ്പൊ ആരായാലും നമുക്കൊരു സദീഖുണ്ട്, ഒരു സാഹിബുണ്ട്, ഒരു അഖുണ്ടെങ്കിൽ ദീനിൽ പ്രയോജനം ചെയ്യുന്നവരായ നമുക്ക് അവരെ കൂട്ടാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. കാല വജത്തു ഇഖ്വാന ഹാദതമാൻ, പിന്നെ ഈ കാലഘട്ടത്തിലുള്ള സഹോദരന്മാരെ നമ്മൾ എത്തിച്ചു മിഥല ത്വാമിസു, അങ്ങാടിയിലെ ആഹാരം പോലെ. അങ്ങാടിയിലെ ആഹാരം എന്തായിരിക്കും? അങ്ങാടിയിലെ ആഹാരം നല്ല വാസനയായിരിക്കും, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ്. അതാ ബിരീഹിൻ ത്വയ്യിബിൻ വതുഅമിൻ കരീഹിൻ. അല്ലാ, അങ്ങനെയാണ് ഞാനിപ്പോൾ കാണുന്ന ഈ സഹോദരന്മാരെയൊക്കെ. കാണാൻ നല്ല മൊഞ്ചായിരിക്കും, പക്ഷെ ഉള്ളു മറ്റേ കേടായിരിക്കും, അല്ലേ? ഇപ്പൊ നമ്മൾ കാണുന്നത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഈ സംഗതികളൊക്കെ. ഫഖാല ഇഹ്ദറു മിൻ ഹാദ സഹാറ, ഈ ദുനിയാവില്ലേ ഇത് സിഹിറാണ്, ഇത് വല്ലാതെ മാരണം ചെയ്ത് മനുഷ്യന്മാരെ കൊന്നുകളയും. ദുനിയാവ് يعني الدنيا فإنها جعلت قلوب الأولياء والعلماء, വലിയ ഔലിയാക്കന്മാരെയും ഉലമാക്കന്മാരുടെയും കൽബുകളെ ഈ ദുനിയാവാക്കി കളഞ്ഞു. മുസഖറതൻ ഫീ ത്വഅതിഹാ, എന്താ അവറ്റിങ്ങൾക്ക് ദുനിയാവിന് വഴിപ്പെടുന്നതിന് അനുസരിക്കപ്പെട്ട് കളഞ്ഞു, അനുസരിക്കപ്പെടുന്നതാക്കി ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിച്ചോളി മക്കളുമാരെ. فقال من لا يكون التحدث مع الله تعالى بالمناجاة أحب إليه من المحادثة مع الناس. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചിലർ നിൽക്കാൻ നമുക്ക് വലിയ പാടാണ്. ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ഇപ്പൊ എത്ര ക്യൂ വേണമെങ്കിൽ നിൽക്കുമില്ലേ? മാഷാ അല്ലാഹ്. ഒരു സലാത്തിനെങ്ങാണ് എഴുന്നേറ്റ് നിർത്തിച്ചിട്ട് സലാത്തിന് ലഭിക്കുകയാണെങ്കിൽ ഉസ്താദ് വലിയ പാടായി പോകും. അല്ലാഹു തആലയുമായിക്കൊണ്ടുള്ള വർത്തമാനം, മുനാജാത്തിൽ അല്ലാഹുമായിക്കൊണ്ടുള്ള വർത്തമാനം, സ്നേഹമാകാത്തവൻ, അഹബ്ബു ഇലൈഹി ആകാത്തവൻ, ഫഇൽമുഹു ഖലീൽ, അവന്റെ ഇൽമു കുറവാണ്. ഖൽബുഹു ലദീർ വഉംറുഹു ളായിഅ, അവന്റെ ആയുസ് കേട്, ആയുസ് പാഴായി, കൽബ് ഇടങ്ങേറായവനാണ്, ഇൽമു കുറഞ്ഞവനാണ്. ജനങ്ങളുമായി കൊണ്ട് എത്ര മണിക്കൂറാണ് നിങ്ങൾ സംസാരിക്കും, അള്ളാന്റെ മുന്നിൽ ചിലർ നീക്കാൻ വലിയ പാടാ. وقال أحب الأعمال إلي الإخلاص في الأعمال, ചെയ്യുന്ന കാര്യത്തിൽ നിഷ്കളങ്കതയാണ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമായത്, അമലുകൾ വെച്ച് ഏറ്റവും ഇഷ്ടമായത്. അല്ലാഹ് قال أوحى الله إلى موسى عليه السلام إليك, الله وحي അറിയിച്ചു, أن اتخذ لك نعلين من الحديد, ചെരുപ്പ് രണ്ടെണ്ണം, ഇരുമ്പിന്റെ ചെരുപ്പ്. ഫാൽബിസുഹുമാ, അത് രണ്ടിനെ നീ ധരിക്കും. വഖുദ് ഉക്കാസത്തൻ മിനൽ ഹദീദ്, ഇരുമ്പിന്റെ ഒരു വടിയും പിടിക്കും. വദുർ ഫിൽ ആലം, ഈ ലോകത്തുനിന്ന് ചുറ്റ്. വഅ്തബിർ, പാഠം ഉൾക്കൊണ്ട്. വഫ്തക്കിർ, ചിന്തിക്ക്. ഫി അജാബി മസ്നൂഅതി, എന്റെ മുബദഅതി, എന്റെ ആശ്ചര്യമായ പുതുമകളിൽ. ഇലാ യൻഖതിഅൻ നഅലാൻ, രണ്ട് ചെരുപ്പ് മുറിയട്ടെ. ഇരുമ്പിന്റെ രണ്ട് ചെരുപ്പാ. തങ്കസറുൽ ഉക്കാസ, വടി പൊളിയട്ടെ.
അതുകൊണ്ട് ഈ ദീൻ വലുതാണ്. ദീനിൽ എത്ര അങ്ങോട്ട് ഇറങ്ങിയാലും കാലമാന ഹാദൽ കലാം അന്നദ്ദീന മതീൻ, ദീൻ വളരെ ശക്തിമത്തായതാണ്. ഫൗഖിൽ അലൈഹി ബിരിഫ്ഖ് വദ്ഖുൽ ഫീ ഖദ്രിഹി വനിഹായത്തി ബിഉദിഹി ബിരിഫ്ഖ്. കുറേശ്ശെ 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 ഇൽമിന്റെ എല്ലാ ദീനിന്റെ എല്ലാ വശങ്ങളിലേക്കും നീ ഇറങ്ങിച്ചെല്ലണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാനവർഗം. ഇരുമ്പിന്റെ 2 ചെരുപ്പും ഒരു വടിയിട്ടുകൊണ്ട് നടക്കാൻ പറയുക മൂസാ നബി അലൈഹി സ്വലാമിനോട്. നടന്ന് 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 ഇരുമ്പ് തേയും. എത്ര നാൾ കഴിയും? അപ്പൊ അത്രത്തോളം വിഷയങ്ങളുണ്ട് ഇൽമിനകത്ത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഖാല ഖറഅതു ഫി തൗറാത്ത്, തൗറാത്തിൽ ഞാൻ ഓതിയിട്ടുണ്ട്. അന്നല്ലാഹു തആല യഖൂൽ, പടച്ചവൻ പറയുന്നുണ്ട്, ഇഷ്തഖതു ഇലൈക്കും, എനിക്ക് നിങ്ങളിലേക്ക് ഭയങ്കര പുറിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട്. പക്ഷെ നിങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്നില്ല. നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടം വെച്ചിട്ട് നിങ്ങൾ പോവാണ്. വലാ തസ്തഖൂന ഇലയ്യ. അല്ലാഹ് വഖാല വറദ ഫീ ബഅദിൽ കുതുബിൽ മുനസ്സല, ഇറക്കപ്പെട്ട കിതാബിൽ ഉണ്ടല്ലോ, അന്നല്ലാഹു തആല മന്ന അലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഉമ്മത്തിന്റെ മേൽ മിന്നത്ത് ചെയ്തല്ലോ, ഗുണം ചെയ്ത്. വിഷയിന് 2 വിഷയമുണ്ട്. മാ അതാഹുമാ ജിബ്രീല വലാ മീകായില, മീകായിലിനും ആ ഗുണം കൊടുത്തിട്ടില്ല, ജിബ്രീലിനും കൊടുത്തിട്ടില്ല. അല്ലവലു ഖാല ഫദ്കുറൂനി യദ്കുറുക്കും, എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹ് പടച്ചവനെ, നിന്നെ ഓർക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തിത്താ അല്ലാഹ്. അസാനി ഖാല ഉദൂനി അസ്തജിബ്, എന്നോട് ദ്വാരുന്നോളം ഞാൻ തരാം. അങ്ങനെ 2 കാര്യം കൊണ്ട് ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു പവർ നൽകിയിരിക്കുക. അതുകൊണ്ട് ദിക്ർ ചൊല്ലിക്കോളിയും പഠിച്ചനോട് ദ്വാരുന്നോളിയും. ഖാല ഖറഅതു ഫി തൗറാത്ത്, പിന്നെ ഞാൻ ഓതി എന്ന് പറയുന്നു. അന്നല്ലാഹു തആല ഖാല അയ്യുഹ സിദ്ദീഖൂൻ, അള്ളാഹുവിൽ ദൃഢനിശ്ചയമായി വിശ്വസിച്ചവരെ, തനഅമു ഫി ദുനിയ, ദുനിയാവിൽ ഇഷ്ടംപോലെ അനുഗ്രഹിച്ചു, അനുഗ്രഹം എടുത്തോളി. ഈ ദിക്രി, എന്നെ ഓർക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അലൽ ഫുറുഷിൽ മുമഹദ, 4 യേശു റൂമിൽ കിടന്നിട്ട് അല്ലാഹു തആലനെ ഓർക്കുന്ന എത്ര മഹാന്മാരാ, വലിയ വലിയ. പിന്നെ വിദ്ദുന്യ നിഅമത്തുൻ അളീമത്തുൻ, ദിക്റാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഫിൽ ആഖിറത്തി ജസാഉൻ ജസീലുൻ, വണ്ണമായ പ്രതിഫലവും കിട്ടും. ഇന്നിപ്പോ എന്താണ്? മഹാനായ മാലിക് ബിൻ അനസ് തങ്ങൾ പറയുകയാണ്, മാലിക് ബിൻ അനസ് തങ്ങൾ പറയുന്നു, റഅയ്തു ഫീ ബഅദിൽ കുതുബിൽ മുനസ്സല അന്ന ജസാഅ ആലിമിൻ, ഒരു ആലിമിന്റെ പ്രതിഫലം മഹബ്ബത്ത് ദുനിയ, എങ്ങനത്തെ ആലിമ? ദുനിയാവിനെ സ്നേഹിച്ചു. അന്നുദ്ഹിബ ഹലാവത ദിക്രി മിൻ ഖൽബിഹി, എന്റെ ദിക്റിന്റെ മാധുര്യതയെ അവന്റെ ഖൽബിൽ നിന്ന് എടുത്തു കളയലോ. മാഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്കാർക്ക് ദിക്റെല്ലാം നോക്കില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ദിക്റിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, ദിക്റാണ് ഏറ്റവും വലുത്. ഖാല മൻ ഗലബ അലൈഹി ശഹവത്തു ദുനിയ തസീറു ശൈത്താനു ഫാരിഗൻ മിൻ ഖൽബി, ദുനിയാവേ ശരണമെന്ന് പറയുന്നവന്റെ കൽബിൽ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോകും. കാരണം ഇനിയിപ്പോ ശൈത്താനോട് സ്ഥലമില്ലല്ലോ, ദുനിയാവ് മൊത്തം ദുനിയാവ് നിറഞ്ഞിരിക്കുക, കൽബും നിറച്ചും ദുനിയാവായി. ഇപ്പൊ ശൈത്താൻ ആവശ്യമുള്ളതിൽ അവിടെ കിട്ടിപ്പോയി. ഇനിയിപ്പം വേറെ ആൾക്കാരിലേക്ക് പോകും. ഖീല ത്വലബ മിന്നു ശഖ്സുൻ ഫീ ആഖിരി ഉംരിഹി വസിയ്യത്തൻ, മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങളോട് എന്ന് പറഞ്ഞു, എനിക്കൊരു വസിയ്യത്ത്, ഒരവസാനത്തെ ആയുസിന്റെ കുറച്ച് അവസാനങ്ങളിലാണ്. ഫഖാല കുൻ റാദിയൻ, നീ തൃപ്തിയുള്ളവനാകണം, ഫി ജമീഇൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളും, ബി മുദബ്ബിരിൻ യുദബ്ബിറു ഉമൂറക വയഅലമു അഹ്വാലക, നിന്റെ അവസ്ഥ അവൻ അറിയും, നിന്റെ കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കും. അങ്ങനത്തെ ഒരു മുദബ്ബിറായ അള്ളാഹുവിനെ കൊണ്ട് എല്ലാ സമയത്തും തൃപ്തിയുള്ളവനായിരിക്കും. അത് നല്ല രക്ഷയുണ്ടാവും. കൊറോണ വരുമ്പോഴും, കച്ചവടം കുറയുമ്പോഴും, കൂടുമ്പോഴും, വിടങ്ങേറുകൾ വരുമ്പോഴും, മുസീബത്ത് വരുമ്പോഴും, രോഗം വരുമ്പോഴും, ആരോഗ്യം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, പൈസ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ജോലി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, പള്ളികൾ പൂട്ടുമ്പോഴും ഇല്ലാത്തപ്പോഴും, എല്ലാം കുൻ റാദിയൻ ഫി ജമീഇൽ ഔഖാത്ത് വകഅന്നഹു റുഇയ ബിൽ മനാ, ഓരോ മരിച്ചതിന് ശേഷം ഓരോ കാണപ്പെട്ടു ആൾക്കാർ.
ഫഖീലു മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു എന്താ ചെയ്തെന്ന് ചോദിച്ചു. ഖാല ഹദർതു ഇൻദു, ഞാൻ പടച്ചവനോട് അടുത്ത് ചെന്നില്ലേ. ജല്ല വഅല ബിദുനൂബിൻ കസീറ, ഒരുപാട് പാപ കൂമ്പാരമായിട്ടാണ് ഞാൻ ചെന്നേക്കുന്നത്. അല്ലാഹ് ആരെയും പറയുന്നേ. വലാകിൻ എങ്കിലും മഹാ കുല്ലഹ, എല്ലാ പാവത്തിനെയും മായ്ച്ചറിഞ്ഞു. ബിഹുസ്നി ളന്നിൻ കാനലി, എനിക്ക് അള്ളാഹുവിനെ കൊണ്ട് നല്ല ഭാവനയായിരുന്നു ഉള്ളത്, അതുകൊണ്ട് എല്ലാ പാവങ്ങളൊക്കെ പുറത്തുപോയി. നല്ല ഭാവന വേണമെന്നല്ലേ നമ്മൾ പറയുന്നത്. വറഅഹു ശഖ്സുൻ ആഖർ, വേറെ ഒരാളും കണ്ട്. കന്നൽ ഖിയാമത്തെ ഖദ് ഖാമത്ത്, ഖിയാമത്ത് നാൾ ദാ ഉണ്ട്, കഴിഞ്ഞു, ഖിയാമത്ത് നാൾ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പം അന്നാസി യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ജാ മാലിക്കുൻ ദിനാരും വരുന്നു, മുഹമ്മദ് ബിൻ വാസി എന്ന് പറയുന്ന ആളും വരുന്നു. മുഹമ്മദ് ബിൻ വാസിനെ പറ്റി ഉടനെ വരും റഹ്മഹുമുല്ലാഹ്. നീ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ കിടക്കാനാണ് വരുന്നത്. കാരണം ഞാനിങ്ങനെ അവിടെ നിന്ന് ആദ്യം കിടക്കുന്നത് നോക്കട്ടെ. അവിടെയും ചില മഹാന്മാർക്ക് അങ്ങനെയാണ്. കാരണം അന്തർദിറുഹുമാ ഹത്താ അറ, ഞാൻ നോക്കട്ടെ ആരാണ്. അയ്യുഹുമാ യസ്ബഖുൽ ആഖറ ഫി ദുഖൂൽ ഫസബഖ മാലിക്കുൻ, മാലിക് വിനീതാങ്ങ് വേഗം സ്വർഗത്തിൽ ഓടിയങ്ങ് പോയി. ഫഖുൽതു യാ അജബൻ മുഹമ്മദ് ബിൻ വാസി കാന അലമ വഅഫ്ഖഹ, വലിയ ആളായിരുന്നല്ലോ അയാള്. ഖാലു നഅം, അതൊക്കെയാണ്. ലാക്കിൻ കാന ലി മുഹമ്മദിൻ ഫി ദുനിയ ഖമീസാനി, ദുനിയാവിൽ 2 ഖമീസാണ് മൂപ്പർക്കുള്ളത്. മാലിക് തങ്ങൾക്ക് ഒരു ഖമീസേ ഉള്ളൂ. അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ടി വരത്തില്ലല്ലോ. മാഷാ അല്ലാഹ്, എത്ര ഖമീസിന്റെ ആൾക്കാരായി ഇത് പാടെടുത്ത് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഖമീസുകൾ ഇടാം, അല്ലാത്തൊക്കെ എടുത്ത് കളയാം, ആർക്കെങ്കിലും ദാനം കൊടുക്കണം, അങ്ങനല്ലേ. ഏതായാലും ഫത്തഖാബത്തുൽ അജലിഹാദ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓര് കയറിപ്പോയത്. ഫലായക്കൂന ഖമീസാനി മിഥല ഖമീസ്, 2 ഖമീസ് ഒരു ഖമീസിനെ പോലെ ആവില്ലല്ലോ. പിന്നെ സാഹിബൽ ഖമീസിന് 2 ഖമീസുള്ളവൻ യബ്ഖാലിൽ ഹിസാബി, ഹിസാബിന് വേണ്ടി അവിടെ ബാക്കിയാവും. അക്സറ മിൻ ഖമീസിൻ വാഹിദിൻ, അതുകൊണ്ട് സമ്പത്ത് ഇഷ്ടംപോലുണ്ടെങ്കിൽ ഇടങ്ങേറ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ പറ്റി പറഞ്ഞില്ലേ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതിയാൽ യാസീനൊക്കെ ഓതിയാൽ ഇഷ്ടംപോലെ പണം വരും. പക്ഷെ പിന്നെ സമാനം പറയേണ്ടി വരും പഠിച്ചതിൻ്റെ അടുത്ത്, എത്രയും പണത്തിന് വേണ്ടി. സ്വർഗത്തിൽ കിടന്ന് പറഞ്ഞ് പിന്തു ഇല്ല. അങ്ങനെയൊക്കെയാണ് വലിയ മാലിക് ദിനാർ തങ്ങളുടെ ചരിത്രം. അള്ളാഹുവിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കിത്ത. ഇനി വേറൊരു മഹാന്റെ ചരിത്രമാണ്. അല്ലാഹ്